ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ 3 മണിക്കാണ് കേട്ടോ ഞങ്ങളുടെ കട തുറക്കേണ്ടത്. ഞായറാഴ്ചകളിൽ ഓരോരുത്തർ ഫാമിലികളാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്ന് എൻ്റെയും ബിജോണിൻ്റെയും ഫാമിലി ആണെങ്കിൽ അടുത്ത ഞായറാഴ്ച ധന്യേച്ചി ഫാമിലിയും അതിൻ്റെ പിറ്റത്തെ ഞായറാഴ്ച പ്രജിഷ്യൻ ഫാമിലിയും അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടയൊക്കെ തുറക്കണതിൻ്റെ ഇടയിൽ നിതാരക്കുട്ടി ഒന്ന് വീണു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിതാ നല്ല ചീത്തയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചീത്ത പറയുന്ന കുറച്ച് സെക്കൻഡിൽ മാത്രമേ കേട്ടോ ആൾ ഒതുങ്ങിയിരിക്കുകയുള്ളൂ. ആളെ ഞാൻ മിക്കവാറും കടയിലേക്കൊന്നും കൊണ്ടുവരാറില്ല കേട്ടോ. നമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോരുക കേട്ടോ ചെയ്യാറ്. കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ വന്ന ആവശ്യങ്ങൾ ഒരുപാടാണ് കേട്ടോ. നമ്മളെ വരുമാനത്തിനെക്കാട്ടും കൂടുതൽ ചിലവുള്ള ദിവസമാണ് കേട്ടോ എനിക്ക് ഞാൻ നിൽക്കുന്ന ഞായറാഴ്ചകളിൽ. അങ്ങനെ ഇതാ കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് തൂക്കിയിടാനുള്ള തിക്കും തിരക്കിലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നീളം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടനെ കൊണ്ട് ഞാൻ സഹായം ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഏട്ടനും കുറേയൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ നീറ്റാക്കിയിട്ട് ഏട്ടനെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനുള്ളത് എനിക്ക് ഞായറാഴ്ചകളൊരു വലിയ സഹായം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ പ്രജിഷ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ആൾ പ്രജിഷ. പിന്നെ അതാ ധന്യേച്ചി ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളിതാ കത്തിയൊക്കെ അടിച്ചിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവരൊക്കെ പോയി. പിന്നെ അതാ ഞങ്ങൾക്കും പോകാനുള്ള സമയമായിട്ടോ. അത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് അവരൊക്കെ പോയി ഞങ്ങളും പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.